ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറി ഉണ്ടാക്കാം. ഇച്ചിരി ഗ്രേവി മാത്രമുള്ള നല്ല സൂപ്പർ ചപ്പാത്തിയിലേക്കും ചോറിലേക്കും എല്ലാത്തിലേക്കും പറ്റുന്ന നല്ല അടിപൊളി മത്തിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മൺചട്ടിയോ ഏതെങ്കിലും ഒരു പാനോ ഏതെങ്കിലും ഒന്ന് എടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം വെളിച്ചെണ്ണയാണ് അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം, ഒരു 6 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി ബ്രൗൺ കളറാവും, നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ നമുക്ക് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 ചെറിയുള്ളി, അതും കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു സവാള ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇൻഡക്ഷനിൽ വെച്ചതുകൊണ്ടാണ് ഈ ഒരു പാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് സാധാരണ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. ഒരു സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. തീയൊക്കെ നല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാൻ. ഒരു 3/4 സ്പൂണിൻ്റെ അടുത്ത് മുളകും പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. മുളകും പൊടിയൊക്കെ നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനൊരു 3/4 സ്പൂൺ ഇട്ടത്. നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകണ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു നല്ലൊരു സ്മെല്ലാവുന്ന തരത്തിൽ ആ ഒരു സ്മെല്ല് വരുന്ന തരത്തിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കതിലേക്ക് ഗരം മസാലേൻ്റെ പൊടിയാണ്, ഒരു 3 നുള്ള് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1/4 സ്പൂണോളം. ഇനി നമുക്കതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില കഴുകിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ അതിടാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പുളിയാക്കിയിട്ട് പിഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഒരു കപ്പോളം വെള്ളമാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് നിങ്ങളെ തിക്കിനനുസരിച്ച് ഗ്രേവി എത്രത്തോളം വേണം, നല്ല തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു കപ്പും കൂടി ഏകദേശം ഒഴിക്കുന്നുണ്ട്. പുളിവെള്ളം ഒന്നും കൂടി ഒഴിക്കുന്നുണ്ട്. ആ പുളി ഒന്നും കൂടി പിഴിഞ്ഞെടുത്തിട്ട് ഒഴിക്കുക. നമ്മളെ മീനിലേക്കൊക്കെ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഇറങ്ങുക. നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വീണ്ടും കല്ലുപ്പന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പൂണോളം, ചെറിയ സ്പൂണാണ്, ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് പാകമാണെന്ന് നോക്കുക. നമുക്കതിലേക്ക് കുറച്ചും കൂടി ആ ഒരു പുളി ഒന്നും കൂടി പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് മുറിച്ച് വെച്ച് മത്തി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള മീനുകളെല്ലാം വേവിച്ചെടുക്കാവുന്നതാണ്, കറി ഉണ്ടാക്കാവുന്നതാണ്. മത്തിക്കാണ് കൂടുതൽ നല്ല അടിപൊളി ടേസ്റ്റ് ആവുക. എല്ലാ മീനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ നെയ്യുള്ള മത്തിയൊക്കെ ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന്, മത്തി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. കറി നല്ല അടിപൊളി മണവും വരുന്നുണ്ട്. നമുക്ക്
നമുക്ക് ഈ കറി ഇപ്പോൾ ഉടനെ ഉണ്ടാക്കി ഉടനെ കഴിക്കരുത്. പുളിയും ഉപ്പും എല്ലാം ഇറങ്ങിയിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കണം. അപ്പോഴായിരിക്കും ഇതിന് സൂപ്പർ ടേസ്റ്റ് വരിക. ഏത് കറിയാണെന്നുണ്ടെങ്കിലും അതുപോലെ അടുപ്പിൽ നിന്ന് എടുത്ത് അതേപോലെ തന്നെ കഴിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.